Padukone was depressed during her peak of her career. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ഡിപ്രസ്ഡ് ആയത് വിരാട് കോഹ്ലി തന്നെ പീക്ക് കരിയറിലാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് സക്സസ്ഫുൾ പീപ്പിൾ അവർക്ക് ഡിപ്രഷൻ വരില്ല, അവർക്ക് വളരെ നല്ല ജോലിയുണ്ട്, വളരെ നല്ല ഫിനാൻഷ്യലായിട്ട് അവർ നല്ല സെക്യൂർ ആണ്, അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ഒരു കാര്യം ആലോചിക്കണം, അതായത് ഡിപ്രഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വരുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം, നമ്മുടെ തലച്ചോറിലെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങളായിരിക്കാം, നമുക്കുണ്ടാവുന്ന പാസ്റ്റ് ട്രോമയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം. അപ്പോൾ ഇതൊരിക്കലും ഈ പറയുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടെങ്കിൽ ഇതൊരിക്കലും മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്കൊരിക്കലും ഒരു പേഴ്സൻ്റെ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിതത്തിലുള്ള സക്സസ് വെച്ചിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൺസേൺസിനെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഡിപ്രഷൻ ആർക്ക് വേണമെങ്കിലും വരാം. സ്ട്രെസ് ഉണ്ടെങ്കിൽ ഡിപ്രഷൻ വരൂ എന്നുള്ളത് ഒരു തികച്ചും ഒരു മിഥ്യാധാരണ മാത്രമാണ്.